പ്രവാസി വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ കൊട്ടേഷൻ നൽകിയത് വ്യവസായിയുടെ ബന്ധു എന്ന കണ്ടെത്തലിൽ ബന്ധുവിനെ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തു. തട്ടിക്കൊണ്ടുപോകലിനിരയായ മുഹമ്മദ് അലിയുടെ പിതാവിൻ്റെ സഹോദരപുത്രൻ മലപ്പുറം പൂങ്ങോട് വലിയ പീടിയേക്കൽ സിയാസിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാളെ കോടതി റിമാൻഡ് ചെയ്തു. ഡിസംബർ 6 തൃത്താല കോഴിക്കോട്ടിരി പാലത്തിന് സമീപം വെച്ച് വണ്ടൂർ സ്വദേശിയായ പ്രവാസി വ്യവസായി മുഹമ്മദ് അലിയെ ഒരു സംഘം തടഞ്ഞു നിർത്തി തോക്കു ചൂണ്ടി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചാണ് തട്ടിക്കൊണ്ടുപോയത്. തട്ടിക്കൊണ്ടുപോയ 12 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അതോടൊപ്പം അന്നു തന്നെ സിയാസിനെയും പോലീസ് ചോദ്യം ചെയ്ത് വിട്ടയച്ചു. വിശദമായ അന്വേഷണത്തിലാണിപ്പോൾ സിയാസാണ് കൊട്ടേഷൻ നൽകിയിരിക്കുന്നതെന്ന് പോലീസ് കണ്ടെത്തിയത്. ഒരു കാലത്ത് മുഹമ്മദ് അലിയുടെ വിശ്വസ്തനായിരുന്നു സിയാസ്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് പോകുകയായിരുന്ന മുഹമ്മദ് അലിയുടെ യാത്രാവിവരം ചോർത്തി നൽകിയതുൾപ്പെടെ സിയാസാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കോതകുറിശ്ശിയിലെ ആളൊഴിഞ്ഞ വീട്ടിലേക്ക് എത്തിച്ച മുഹമ്മദ് അലി കൊട്ടേഷൻ സംഘാംഗങ്ങൾ ഉറങ്ങിയപ്പോൾ പുലർച്ചെ രക്ഷപ്പെടുകയായിരുന്നു. ഇതിനിടെ കാനഡയിലുള്ള മകന് 70 കോടി നൽകണമെന്ന സന്ദേശം അയപ്പിക്കുകയും ചെയ്തു. രക്ഷപ്പെട്ടോടുന്നതിനിടെ സമീപത്തെ പള്ളിയിൽ കയറി അവിടെ നിന്ന് ഡിവൈഎസ്പി എൻ മുരളീധരൻ എത്തിയാണ് മുഹമ്മദ് അലിയെ രക്ഷിച്ച് ആശുപത്രിയിൽ എത്തിച്ചത്. സിയാസിൻ്റെ അറസ്റ്റോടുകൂടി കേസ് പുതിയ വഴിത്തിരിവിലേക്ക് നീങ്ങുകയാണ്. ഇതിനിടെ കൊട്ടേഷൻ സംഘത്തിലുണ്ടായിരുന്ന ഡോൺ, രാഹുൽ എന്നീ 2 പേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതോടെ സംഭവത്തിൽ 15 പേർ അറസ്റ്റിലായി. ഡോട്ട് വ്യൂ ന്യൂസ്, കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.